വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് പൊരിച്ചെടുത്തിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞും ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് സെർവ് ചെയ്യാം. നോമ്പിനൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക, എന്നിട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിൽ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു അളവിൽ നിങ്ങൾക്കൊരു 15 ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതിൽ നിങ്ങളിപ്പോൾ ഒഴിച്ചിട്ടുള്ള പാല് ഈ ഒരു അളവിന് കറക്റ്റായിരിക്കും. ഇനി എന്തെങ്കിലും ഒരു ഡിഫറൻസ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മൈദ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടോ ഇത് കറക്റ്റാക്കിയിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് കുഴയ്ക്കണം. നല്ല സ്മൂത്ത് ഡോ ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്നാക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. നന്നായിട്ട് കുഴച്ചെടുക്കുക, സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് അതിൻ്റെ മേലെ വയ്ക്കുക. അതിനുശേഷം ആ ഒരു ഓയിലുള്ള കൈ കൊണ്ട് ആ മാവിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് തടവി കൊടുക്കുക. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ഒരു ബൗള് ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനവുള്ള തോർത്ത് ഉപയോഗിച്ചിട്ടോ ഒന്ന് അടച്ച് വയ്ക്കുക. 1 മണിക്കൂർ ഏതെങ്കിലും ഒരു ചൂടുള്ള ഭാഗത്ത് അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷവർമ ഫില്ലിങ് കൊടുക്കാം, ചില്ലി ചിക്കൻ ഫില്ലിങ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇതാ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്തതിൻ്റെ അകത്ത് എയർ കളഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് പരത്തേണ്ടത്. കുറച്ച് മൈദ തൂവി കൊടുക്കുക. അതിനുശേഷം ഇത് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം, പക്ഷെ ഓവർ കട്ടി ഉണ്ടാവരുത്. ആ ഒരു രീതിയിൽ വേണം ഇത് പരത്താനായിട്ട്. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു മൂടി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതിനെ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വലുപ്പത്തിലുള്ള പാകത്തിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന മാവും അതുപോലെ തന്നെ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ഇതേ രീതിയിൽ തന്നെ പരത്തിയിട്ടാക്കിയിട്ടെടുക്കുക. ഈ ഒരു കട്ടിയാണ് വേണ്ടത്. ഇനി ഞാനിത് നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം താത്തി വെക്കുക. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യുക. കൂടുതൽ ചൂടിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി പോവും. അതുകൊണ്ട് ഒരുപാട് ചൂടിലിടേണ്ട കാര്യമില്ല. ഇതൊന്ന് പഫായി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് കുക്കാവുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് അടുപ്പത്ത് നിന്ന് കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. കാണാൻ ഒരു പാനിപ്പൂരിൻ്റെ ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ. കഴിക്കാൻ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. കാണാൻ മാത്രമേ പാനിപ്പൂരിൻ്റെ ആ ഒരു സ്റ്റൈലുള്ളൂ. കഴിക്കാൻ അത് ഹാർഡോ ക്രിസ്പിയോ ഒന്നും ആയിരിക്കില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ബാക്കിയുള്ള മാവും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ചില്ലി ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ സാധാരണ സമൂസയുടെ ഒക്കെ അകത്ത് വയ്ക്കുന്ന ഫില്ലിംഗ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ള പോർഷന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. പകുതി വഴിക്ക് കട്ട് ചെയ്താൽ മതി, മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട. പകുതി കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയി കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വയ്ക്കാം. ഷവർമ ഫില്ലിംഗ് ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ നിങ്ങൾ, നല്ല സോഫ്റ്റായിട്ട് നല്ല ഏരിയേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ചില്ലി ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ചില്ലി ചിക്കൻ്റെ വീഡിയോയും ഷവർമ വീഡിയോസൊക്കെ മുന്നിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.